Hello dears, Assalamualaikum, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡീക്ലട്ടറിങ് ചാലഞ്ച് ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം നമ്മളുടെയൊക്കെ വീടുകളിൽ കുറേ സാധനങ്ങൾ കാണും. പക്ഷേങ്കിൽ നമുക്ക് ഡീക്ലട്ടർ ചെയ്യണം തോന്നുമ്പോഴത്തേക്കിനും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്കെടുത്ത് കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഓരോ റൂമിൽ കയറി നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു സാധനമെങ്കിലും നമുക്ക് കിട്ടും. ഒരുപാട് നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുറേ നാളായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട്, നമ്മൾ കളയണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സാധനമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീക്ലട്ടർ ചെയ്യാനുള്ളത് തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു കാര്യം, ഇത് കളയണോ അതോ റീയൂസ് ചെയ്യണോ എന്നുള്ളതായിരിക്കും. ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഒരു എക്സസ് എന്ന് പറയുന്നത് മറ്റൊരാൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ചാരിറ്റി ബോക്സിലിടാം. ഇവിടേക്കാണെങ്കിൽ എല്ലായിടത്തും ചാരിറ്റി ബോക്സ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത് കളക്ട് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസും ഗ്രൂപ്പ്സും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധ ഐഡിയ കിട്ടും. അപ്പോൾ അതേപോലെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതേപോലെ ഡീക്ലട്ടർ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടു നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സാധനമെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാവും കളയാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 1 day 1 item വെച്ചിട്ടാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പോകുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു 2 weeksലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം ഒരു ഐറ്റമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് കുറേ സാധനങ്ങൾ പിക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഓരോ ദിവസം ഓരോ സാധനം മാത്രമായിട്ട് നമ്മൾ ഡീക്ലട്ടർ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും നടക്കും. അപ്പോൾ നമ്മളുടെ സ്പേസ് ഒരു ക്ലട്ടർ ഫ്രീ സ്പേസ് ആക്കി മാറ്റാനുള്ള ഈ ഒരു ചെറിയ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പിക്ക് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കുറേ വർക്ക് പേപ്പേഴ്സും അവരുടെ കുറേ വർക്ക് ഷീറ്റ്സും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ പൊതുവെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാതെ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് വെക്കുന്ന ഒന്നായിരിക്കും. അപ്പം ഈ വർക്ക് പേപ്പേഴ്സ് ഒന്നും ഇനി ഒരു ആവശ്യമില്ല ഞാൻ നോക്കിയിട്ട്. അപ്പം ഈ ഒരു സെറ്റാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് മാറ്റുന്നത് കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഫയൽ ചെയ്തിട്ടൊക്കെ തന്നെ വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ കുറച്ചുള്ളൊരു സെറ്റ് ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ കുറേ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കീബോർഡാണ്. ഈ ഒരു കീബോർഡിന് നോക്കിയാൽ ഇത് വർക്ക് ചെയ്യുന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കുറേ കീസൊക്കെ അവർ പറിച്ചു കളഞ്ഞ് പിന്നെ ഇതിൻ്റെ എന്താ പറയണത് കുറേ പെയിന്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇതും കളയാൻ മടിയായിരുന്നു, ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഉള്ളത് നമ്മളുടെ പഴയ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഒക്കെ ഇല്ലേ, ഇതുമൊക്കെ നമ്മൾ കളയണോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും പെട്ടെന്നൊന്നും എടുത്ത് കളയില്ല അല്ലേ, എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വെക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചാർജറാണ്, ലാപ്ടോപ്പിന്റെ ചാർജറാണ്. ഇതിൻ്റെ ഒരു ലാപ്ടോപ്പ് നമ്മളുടെ കയ്യിൽ ഇല്ലാതായിട്ട് കുറേ കാലങ്ങളായി. ഒരുപാട് പഴയ ഒരു ലാപ്ടോപ്പിന്റെ ചാർജറാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ചാർജർ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ചാർജർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റും, അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഈ ഒരു ചാർജറിന് ഇനി സ്ഥലം കൊടുക്കണ്ടെന്ന് വെച്ചു. പിന്നീട് ഉപയോഗിക്കാത്ത കുറേ ഷൂ ആണ് കേട്ടോ റിമൂവ് ചെയ്യുന്നത്. ഇത് ഷൂ റാക്ക് ഒന്ന് അടുക്കി പെറുക്കിയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് നമ്മൾ കുറേ കാലമായിട്ട് കുട്ടികൾ ഉപയോഗിക്കാത്ത കുറേ ഷൂ ഒക്കെ കിട്ടി. കാരണം കൂടുതലും മുതിർന്ന ആളുകളുടെ ഷൂസ് ഒന്നും തന്നെ അങ്ങനെ പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ചെറുതാവുന്ന ടൈറ്റ് ആവുന്നൊരു ഫീല് വരത്തില്ല. കുട്ടികളുടെ ആണല്ലോ കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം പിക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും നമ്മളിത് അവിടെയും ഇവിടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാറുണ്ട്. ഇതിന് ഉപയോഗം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു കൊളുത്തൊക്കെ പോയി. പിന്നെ അതേപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇതും ഇതേപോലെ ഒരു ഷോ പീസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ കുട്ടികളുടെ ഒരു സാധനം ആയത് കാരണം നമ്മളിത് കളയണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും അത് ഒരു സ്ഥലത്തിനടുത്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റും. അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തിലെ പിക്കിൽ ഞാൻ ഈ സാധനവും റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. നമുക്കൊക്കെ ഇങ്ങനെ കുറേ കൂപ്പൺസ് കിട്ടും. ആ കൂപ്പൺസിനെല്ലാം എക്സ്പയറി ഡേറ്റും ഉണ്ടാവും.
പലപ്പോഴും ഈ എല്ലാ കൂപ്പൺസും നമ്മൾ യൂസ് ചെയ്യാറുമില്ല. അപ്പം ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്ന ഈ കൂപ്പൺസ് ഒക്കെ നോക്കിയപ്പം ഇതിന്റെ പലതിൻ്റെയും എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറേ മാസങ്ങളായി. പക്ഷേങ്കിൽ ഇതെന്റെ ഡ്രോവറിൽ ഇങ്ങനെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റിമൂവ് ചെയ്യുവാണ്. അത്രയും സ്ഥലമാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പിക്ക് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റിമോട്ടൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഇവിടെ നമ്മളുടെ പഴയ ടിവിയുടെ ഒരു റിമോട്ടും അതേപോലെ തന്നെ ഉപയോഗമില്ലാത്ത ഒരു ലാൻഡ് ലൈനിന്റെ സെറ്റും അതിന്റെ ഒരു ഹാൻഡ് സെറ്റും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ റിമൂവ് ചെയ്യുവാണ്. ഈ ഒരു റിമോട്ട് നോക്കിയാൽ കാണാം ഇതിൽ അങ്ങനെ ഉപയോഗമില്ല, ഇത് പഴയതാണ്. ഇത് പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ അത് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പൊടി അടിച്ച് വരുമല്ലോ, ആ പൊടിയൊക്കെ നമ്മൾ തട്ടിക്കളയുക എന്നുള്ളതും കൂടെ ഒരു ജോലിയാണ്. അപ്പം ഈ ഒരു സാധനവും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഒന്ന് ചുറ്റിനും കണ്ണോടിക്കുക. ഇതേപോലെ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ചുറ്റിനും ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ, ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനും വിചാരിച്ചില്ല എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളൊക്കെ കളയാനായിട്ട് ഉണ്ടാകും എന്നുള്ളത്. അടുത്തോന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലൊക്കെ കാണില്ലേ, നമ്മളുടെ ഈ ഫാൻസി ഇയറിങ് ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ മറ്റേത് നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ഇപ്പോൾ 2 എണ്ണാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് ഉണ്ടായിരുന്നൊക്കെ അന്നേരം തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു 2 എണ്ണത്തിന് പേരില്ലെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ നമ്മൾ സ്ഥലം കാലിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും കളയുവാണ്. വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ, നമുക്ക് ഇതും കൊണ്ടൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഇതേപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കാരണം പെട്ടെന്നെടുത്ത് കളയാനായിട്ട് തോന്നത്തുമില്ല. അപ്പോൾ നമ്മളുടെ പഴയ കുക്കറിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത കുക്കറിൻ്റെ ആണെങ്കിലും വെയിറ്റ് ഒക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പം അതേപോലെ എൻ്റെ കയ്യിൽ ഈ ഒരു വെയിറ്റ് ഒരുപാട് നാളായിട്ടുണ്ട്. ഈ ഒരു കുക്കർ തന്നെ യൂസ് ചെയ്യുന്നില്ല, ആ കുക്കറിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ വെയിറ്റ് ഒക്കെ വെച്ചേക്കുന്നതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഈ ഒരു വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പം അതിനെയാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ഇത് കുട്ടികളുടെ സ്കൂൾ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ പാരൻസ് മെനക്കെട്ടിരുന്ന് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എല്ലാ പ്രോജക്ട്സും കീപ്പ് ചെയ്യാനും അതൊന്നും വെക്കാനും നമ്മളെ കൊണ്ട് സാധിക്കാറില്ല, അത്രയും ഒരു സ്പേസ് ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഐറ്റവും ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കുറേ ക്ലോത്ത്സ് നമ്മളിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലോത്ത്സ് ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്പേസ് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് ഫ്രീ ആക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഡ്രസ്സസിനൊക്കെ ഒന്ന് എടുത്ത് നോക്കുവാണ്. അതിൽ ആവശ്യമില്ലാത്തൊക്കെ കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത്സ് ആണ് കേട്ടോ ഈ ക്ലോത്ത്സ് നോക്കിയിട്ട്. അപ്പം ഇതിനെ ഞാൻ ഒരു പാക്കറ്റിലാക്കി ഇത് ചാരിറ്റി ബോക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാം. ബാക്കി നമ്മൾ നേരത്തെ നോക്കിയൊന്നും ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. പക്ഷേ ക്ലോത്ത്സ് നല്ല ക്ലോത്ത്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചാരിറ്റി ബോക്സിലിടാം. അപ്പം ഈ ഒരു ചലഞ്ചിൽ ഏറ്റവും ലാസ്റ്റ് ഐറ്റമായിട്ട് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് ഈ മിക്സിയുടെ ജാറാണ്. 2 ജാർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് രണ്ടും പഴയ മിക്സിയുടെ ജാറാണ്. അപ്പം ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ആ സെയിം മിക്സി തന്നെ വാങ്ങുവാണെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇതിപ്പം കുറേ നാളായി, ഇതിന് ഇനി അങ്ങനെ ഒരു ഉപയോഗം വരും എന്ന് വിചാരിച്ചിട്ട് എത്ര നാളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ മാറ്റുവാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കിനും റിമൂവ് ചെയ്യാനായിട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.